അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ മാജിക് മൗസ്. ആപ്പിളിൻ്റെ ആകെയുള്ളൊരു മൗസാണ്, അവരതിനെ മാജിക് മൗസാണ് വിളിക്കുന്നത്. ഇത് വേർഷൻ 2, ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം മാജിക് മൗസ് 2. പാക്കിംഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് ഐഫോണിൻ്റെ അതേ ഫീൽ തന്നെ, നല്ല കോമ്പാക്ട് പാക്കിംഗ്. രണ്ട് സൈഡിലും ആപ്പിളിൻ്റെ ലോഗോവും കാണും. അപ്പോൾ 2ൻ്റെ അർത്ഥം ഇത് റീചാർജബിൾ മൗസാണ്. മാജിക് മൗസ് 1 ആണെങ്കിൽ അത് ബാറ്ററീസാണ്. അതാണ് മെയിൻ വ്യത്യാസം. നമുക്ക് ഏതായാലും ഇതിപ്പോൾ തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മൗസ് ഉള്ളത്. പാക്കിംഗ് ഇപ്പോൾ ഐഫോണിൻ്റെ ആയതുകൊണ്ട് ഏകദേശം സെയിം എക്സ്പീരിയൻസ് തന്നെ ഇത് അൺബോക്സിങ്. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ മാജിക് മൗസ്. ഇതൊരു വൈറ്റ് കളർ മൗസാണ്. സാധാരണ ഇത് ബ്ലാക്കിലും വാങ്ങാൻ കിട്ടും. ബ്ലാക്ക് ആണെങ്കിൽ 100 ദിർഹംസ് അധികം. ഫങ്ഷനാലിറ്റി അത് സെയിം തന്നെ, ആകെ കളറിനാണ് പൈസ കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഡിസൈനാണ്. സിംപ്ലസ്റ്റ് ഡിസൈൻ, വളരെ മിനിമലിസ്റ്റ് ഡിസൈനാണ് ഇതിൽ കാണുന്ന പോലെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മാജിക് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മേൽഭാഗം ഇത് ട്രാക്ക് പാഡാണ്. മേൽഭാഗം ട്രാക്ക് പാഡും താഴ്ഭാഗം മൗസും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ബാക്ക് സൈഡിലാണ് അതിൻ്റെ ചാർജിങ് പോർട്ടിലും കാണാം. ഇതിൻ്റെ കൂടെ ബുക്ക്ലെറ്റും കിട്ടുന്നുണ്ട്, ഒരു മാനുവൽ. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. മാജിക് മൗസ് 2. അപ്പോൾ ഇതിൻ്റെ കൂടെ 3 പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ബുക്ക്ലെറ്റ്, ക്വിക്ക് സ്റ്റാർട്ടപ്പ് ഗൈഡ്, പിന്നെ നമ്മൾ വായിക്കാത്ത 2 പേപ്പേഴ്സും. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. USB-A ടു ലൈറ്റിംഗ് പോർട്ടാണ്. പക്ഷേ ഇനി വാങ്ങുന്ന ആൾക്ക് USB-C ആയിരിക്കും കിട്ടാൻ. പക്ഷേ ഇത് USB-A ആണ്. പിന്നെ നമ്മൾ ഐഫോണിൻ്റെ അതേ ചാർജിങ് കേബിൾ, അതും ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. പിന്നെ നേരെ മുന്നിലുണ്ട് ഇതിൻ്റെ പവർ ഓൺ സ്വിച്ച്. ഇത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് സ്വിച്ചാണ്. പക്ഷേ ഇതിന് ലൈറ്റിംഗ് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. അതെല്ലാം കമ്പ്യൂട്ടർ നോക്കിയാൽ തിരിയും. ബാറ്ററി എത്ര ബാക്കിയുണ്ടെന്നൊന്നും തിരിയില്ല, അതും കമ്പ്യൂട്ടർ നോക്കിയാൽ തിരിയും. ഇതിലൊന്നും ഇതിൻ്റെ കുറവ്, കാരണം ഇത് മിനിമലിസ്റ്റ് ഡിസൈനാണ്. പിടിക്കാൻ നല്ല സുഖമുണ്ട്, തിരക്കേടില്ല. ഇതിൻ്റെ ക്ലിക്ക് പകുതി വരെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മേൽഭാഗം ഒരു ട്രാക്ക് പാഡാണ്. അപ്പോൾ നമുക്ക് വിരലോടെ തന്നെ പേജ് മറിക്കാം, ആപ്ലിക്കേഷൻസ് സ്വൈപ്പ് ചെയ്യാം. ഇതെല്ലാം കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ഇതിനൊരു എർഗണോമിക് ഡിസൈനില്ല, കുറച്ച് ഫ്ലാറ്റ് ഡിസൈനാണ്. പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. മൗസ് ചാർജ് ചെയ്യുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് മൂലക്കിടേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 മിനിറ്റിൽ ചാർജ് ചെയ്താൽ 1 മണിക്കൂർ നിൽക്കുമെന്ന് ഇവർ പറയുന്നത്. കുറച്ച് ഉറപ്പുള്ള പിടിയാണ്. കേബിൾ കഴിക്കാനും കുറച്ച് ശക്തി ഉപയോഗിക്കണം. നമുക്കിനി റിയൽ ടൈം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം കണക്ഷനാണ് ലാപ്ടോപ്പിലേക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. സ്വിച്ച് ഓൺ ആണ്, എന്നാലും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് മൗസ് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഇത് ഡിറ്റക്റ്റ് ആകുന്നുള്ളൂ ഫസ്റ്റ് ടൈം. പിന്നെ കണ്ടിന്യൂ അമർത്തുക, പിന്നെ അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴും സ്ക്രീനിൽ വരും കണക്റ്റഡ്. മൗസ് ആപ്പിൽ തന്നെ മൗസിൻ്റെ ബാറ്ററി ചാർജ് മനസ്സിലാക്കാൻ പറ്റും. സെറ്റിങ്സ് പോരാണ്ട് നമുക്ക് എല്ലാ വീഡിയോസ് ഉണ്ട്, ഇതിൻ്റെ ജസ്റ്റേഴ്സും എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത്. എവിടെയും നോക്കണ്ട, ഈ ഒരു ആപ്പിൽ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഈ മൗസ് എങ്ങനെ ഉപയോഗിക്കേണ്ടത്. ഒരു പ്രാവശ്യം മൗസ് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബ്ലൂടൂത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മൗസിൻ്റെ ബാറ്ററി സ്റ്റേറ്റസ് കാണാൻ പറ്റും. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സിൽ കണക്റ്റഡ് എന്ന് വന്ന് കാണിക്കും. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, നമ്മളെ എയർപോഡ്സ് പോലെയല്ല. ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കി ഇത് പിന്നെ അവിടെ വെച്ച് പിന്നെ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇത് നമ്മളെ എയർപോഡ്സ് നമ്മൾ എടുത്ത പാടെ തന്നെ അത് കണക്റ്റ് ആവും. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓണാക്കിയതിന് ശേഷം പല പ്രാവശ്യം ബട്ടണും അമർത്തി നോക്കി, എന്നാലും കണക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴാണ് കണക്റ്റഡ്. പിന്നെ ഫങ്ഷനാലിറ്റി എനിക്ക് കാണുന്നില്ല. സ്ക്രോൾ ചെയ്യുന്നത് മൗസ് നീങ്ങാണ്ട് തന്നെ സ്ക്രോൾ ചെയ്യുന്നു, കാരണം മേൽഭാഗം ട്രാക്ക് പാഡാണ്. ഡബിൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേജ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ മൗസിൻ്റെ പ്രത്യേകത. ഇതാണ് ഈ മൗസിൻ്റെ മാജിക്. അതായത് നമ്മൾ മൗസ് അനക്കാണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്.
അത് ഈ മൗസിനെ പറ്റും. അതാണ് ഇത് മാജിക് മൗസ്. അപ്പോൾ എന്താണ് മോറൽ ഓഫ് ദ സ്റ്റോറി? ഇതൊരു റെക്കമെൻഡഡ് മൗസ് ആണോ? നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ, വെബ് ബ്രൗസിങ് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഈ മൗസ് ബെസ്റ്റാണ്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഗ്രാഫിക് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഈ മൗസിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ മൗസിന് കുറേ കുറവുകളുണ്ട്, ചില വെറുപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലിക്ക് അമർത്താൻ കുറച്ച് ഭാരമാണ്. വിരലിൻ്റെ പണിയെടുക്കുക അമർത്തി. പിന്നെ നല്ല സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്. വീട് മൊത്തം അറിയും ഈ മൗസ് ഉപയോഗിക്കുന്നുണ്ട്. ടാപ്പ് ടു ക്ലിക്ക് ഫീച്ചർ ഈ ട്രാക്ക് പാഡിനും ഇല്ല. അത് സാധാരണ മാക്കിൻ്റെ ട്രാക്ക് പാഡിനുള്ള ഒരു ഫീച്ചറാണ് ടാപ്പ് ടു ക്ലിക്ക്. അപ്പോൾ നമ്മൾ അമർത്തേണ്ട ആവശ്യമില്ല. ആ ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമർത്തേണ്ടി വരുന്നു ഈ മൗസ്. അത് കുറച്ച് ഭാരമുള്ളൊരു പണിയാണ്. ഇനി ആ ടാപ്പ് ക്ലിക്ക് ഫീച്ചർ വേണമെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ വാങ്ങിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് വേറെ ചിലവാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്. ഇതേ വിലക്ക് വേറെ നല്ല കമ്പീറ്റിംഗ് മൗസ് കിട്ടും. അതായത് സൈലൻറ്റ് ക്ലിക്ക്, ബാറ്ററി ഇൻഡിക്കേറ്റർ, പലമാതിരി അഡീഷണൽ ബട്ടൺസ്, പിന്നെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും ഇതിൽ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഓർക്കുക വാങ്ങുമ്പോൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.